Let's start learning English. മക്കളെ, വെൽക്കം ടു ക്ലാസ് 43. എല്ലാവർക്കും 43-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ വേഗം അറ്റൻഡൻസ് ഇട്ടോളൂ. ടീച്ചർ ഇതുവരെ പഠിച്ചു കഴിഞ്ഞ എല്ലാ ആക്ഷൻ വേർഡ്സിൻ്റെയും ബേസ് ഫോമും അതിൻ്റെ അർത്ഥവും പറയാം. കൂടെ തന്നെ പറയാൻ ശ്രമിക്കണേ. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരയ്ക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മെയ്ക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ ആരംഭിക്കുക തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫാൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറയ്ക്കുക, ഗിവ് നൽകുക കൊടുക്കുക, ഹിയർ കേൾക്കുക, ലിസൺ ശ്രദ്ധിച്ച് കേൾക്കുക, കീപ്പ് വയ്ക്കുക, നോ അറിയുക, ലീഡ് നയിക്കുക, ലെൻഡ് കടം നൽകുക, റൈസ് ഉദിക്കുക ഉയരുക, സെൽ വിൽക്കുക, സ്പെൻഡ് ചെലവഴിക്കുക ചെലവാക്കുക, അഡ്വൈസ് ഉപദേശിക്കുക പറഞ്ഞുകൊടുക്കുക, പുഷ് തള്ളുക, പുൾ വലിക്കുക, ട്രൈ ശ്രമിക്കുക, ഫ്രൈ പൊരിക്കുക, ക്രൈ കരയുക, ഡ്രൈ ഉണക്കുക ഉണങ്ങുക, ക്ലീൻ വൃത്തിയാക്കുക അഴുക്കകറ്റുക, ടൈഡി അടുക്കി വയ്ക്കുക, ഡസ്റ്റ് പൊടി തട്ടുക, സ്വീപ്പ് അടിച്ചുവാരുക തൂത്തുവാരുക, മോപ്പ് തുടയ്ക്കുക, സ്പീക്ക് ആശയം വ്യക്തമാക്കുക, ടോക്ക് സംഭാഷണം നടത്തുക, ടെൽ പറയുക, സേയ് പറയുക, ലുക്ക് നോക്കുക, ഹോൾഡ് പിടിക്കുക, ബിൽഡ് നിർമ്മിക്കുക, തിങ്ക് ചിന്തിക്കുക, റീച്ച് എത്തുക എത്തിപ്പിടിക്കുക, കോൾ വിളിക്കുക, ലാഫ് ചിരിക്കുക,
ഓപ്പൺ തുറക്കുക, ക്ലോസ് അടയ്ക്കുക, സെൻഡ് അയയ്ക്കുക, റിസീവ് സ്വീകരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? രണ്ടാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. ഓക്കെ, നമുക്കിനി ആദ്യത്തെ വാക്കിലേക്ക് പോകാം. ഓക്കെ മക്കളെ, ആദ്യത്തെ വാക്കാണ് ത്രോ. ത്രോ, എറിയുക. ത്രോ, ആ ചിത്രം നോക്കൂ. വലതുവശത്ത് എന്താണ് ആ കുട്ടി എറിയുന്നത് കണ്ടോ? പന്ത് എറിയുകയാണ് അല്ലേ? ബോൾ എറിയുകയാണ്. ത്രോ. പിന്നെ വലതുവശത്ത് എന്താ ഉള്ളത്? രണ്ട് കുട്ടികൾ പന്ത് എറിഞ്ഞ് പിടിച്ച് കളിക്കുകയാണ് അല്ലേ? എറിഞ്ഞ് പിടിച്ച് കളിക്കുകയാണ്. ഒരാൾ എറിയുന്നു, മറ്റേ ആൾ പിടിക്കുന്നു, എന്നിട്ട് മറ്റേ ആൾ എറിയുന്നു, ഇപ്പുറത്തെ ആൾ പിടിക്കുന്നു. ഓക്കെ, ത്രോ ആൻഡ് ക്യാച്ച് അല്ലെങ്കിൽ ക്യാച്ച് ആൻഡ് ത്രോ എന്നുള്ള ഗെയിമാണ് ആ കുട്ടികൾ കളിക്കുന്നത് അല്ലേ? എറിയുക, ത്രോ, THROW, ത്രോ, എറിയുക. ത്രോ, എറിയുക, THROW, ത്രോ, എറിയുക. ഇനി എന്ത് പറയണം? എറിഞ്ഞു അല്ലേ? എറിഞ്ഞു. എറിഞ്ഞു എന്ന് എങ്ങനെ പറയാം? ത്രൂ. എന്ത്? ത്രൂ. ത്രൂ, എറിഞ്ഞു. ത്രൂ. ഓക്കെ, ത്രൂ. എറിയപ്പെട്ടു അല്ലെങ്കിൽ V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എങ്ങനെയാണ്? ത്രോൺ. ത്രോൺ. ഓക്കെ, ത്രോൺ. THROW, ത്രോ. THREW, ത്രൂ. THROWN, thrown. Throw, threw, thrown. Throw, threw, thrown. Okay? എറിയുക, എറിഞ്ഞു, എറിയപ്പെട്ടു. V1 form base form throw, V2 form past form threw, V3 form past participle form thrown. V1 form base form throw, V2 form past form threw, V3 form past participle form thrown. V1 form base form throw, V2 form past form threw, V3 form past participle form thrown. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്താണ്? എറിയുന്നു അല്ലേ? എറിയുന്നു എന്ന് എങ്ങനെ പറയണം? നമ്മൾ ബേസ് ഫോമിലേക്ക് എന്ത് ചേർക്കണം? ING ചേർക്കണം. ത്രോയിങ്. എന്താണ്? ത്രോയിങ്. ത്രോയിങ്, THROWING, ത്രോയിങ്. ത്രോ, ത്രൂ, ത്രോയിങ്. ത്രോ, എറിയുക, ത്രൂ, എറിഞ്ഞു, ത്രോയിങ്, എറിയുന്നു. ത്രോ, എറിയുക, ത്രൂ, എറിഞ്ഞു, ത്രോയിങ്, എറിയുന്നു. ത്രോ, V1 form base form throw, threw, V2 form past form threw, thrown, V3 form past participle form thrown. Throwing, V4 form present participle form throwing. Throws, V5 form third person singular present form throws. Throws എന്ന് എഴുതൽ എങ്ങനെയാണ്? THROWS. ഓക്കെ, throws. Throw, threw, thrown, throwing, throws. Throw, threw, thrown, throwing, throws. V1 form base form throw, V2 form past form threw, V3 form past participle form thrown, V4 form present participle form throwing, V5 form third person singular present form throws. Throw, threw, thrown, throwing, throws. Throw, threw, thrown, throwing, throws. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യാം? ത്രോയെ കൊണ്ടുപോയി എവിടെ ഇടാം? സെൻറ്റൻസസിലോട്ടിടാം. ഓക്കെ, I throw the ball to my dog every morning. I throw the ball to my dog every morning. I throw
the ball to my dog every morning. ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ നായയ്ക്ക് പന്ത് എറിഞ്ഞു നൽകാറുണ്ട്. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ നായയ്ക്ക് പന്ത് എറിഞ്ഞ് നൽകാറുണ്ട്. ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊരു തരം ഗെയിം ട്രെയിനിങ് ആണ്. ഞാൻ എൻ്റെ നായയുടെ അടുത്തേക്ക് ഞാൻ ബോൾ എറിയാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ത്രോ ദ ബോൾ ടു മൈ ഡോഗ് എവ്രി മോർണിംഗ്. ഐ ത്രോ ദ ബോൾ ടു മൈ ഡോഗ് എവ്രി മോർണിംഗ്. അടുത്തത്, he threw the ball to his friend. He threw the ball to his friend. He threw the ball to his friend. അവൻ്റെ സുഹൃത്തിന് പന്തെറിഞ്ഞു കൊടുത്തു. അവൻ്റെ സുഹൃത്തിന് പന്തെറിഞ്ഞു കൊടുത്തു. അവൻ്റെ സുഹൃത്തിന് പന്ത് എറിഞ്ഞു കൊടുത്തു. ഓക്കെ, അവൻ്റെ സുഹൃത്തിന് പന്ത് എറിഞ്ഞു കൊടുത്തു. ഓക്കെ, he threw the ball to his friend. He threw the ball to his friend. അടുത്തത്, the ball has been thrown far. The ball has been thrown far. The ball has been thrown far. പന്ത് വളരെ ദൂരെ എറിഞ്ഞിട്ടുണ്ട്. പന്ത് വളരെ ദൂരത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. പന്ത് വളരെ ദൂരേക്ക് എറിഞ്ഞിട്ടുണ്ട്. thrown, V3 form, past participle form. Okay, the ball has been thrown far. The ball has been thrown far. Okay, next, the child is throwing toys across the room. The child is throwing toys across the room. The child is throwing toys across the room. കുട്ടി മുറിയിൽ കളിപ്പാട്ടങ്ങൾ എറിയുകയാണ്. അക്രോസ് ദ റൂം എന്ന് പറയുമ്പോൾ പൊതുവെ അക്രോസ് ദ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന സമയത്ത് ബ്രിഡ്ജിനെ അതായത് ബ്രിഡ്ജ് കടക്കുന്ന രീതിയിൽ നിന്നാണ്. അപ്പോൾ അക്രോസ് ദ റൂം എന്ന് പറഞ്ഞാൽ റൂമിനകത്ത് നിന്ന് എറിയുന്നതാണ്. അപ്പോൾ റൂമിൻ്റെ ഒരു സ്ഥലത്ത് നിന്നും ഒരു വശത്തു നിന്നും റൂമിനകത്ത് തന്നെ മറ്റൊരു വശത്തേക്ക് എറിയുന്നു എന്നാണ് കേട്ടോ. കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, the child is throwing toys across the room. കുട്ടി മുറിയിൽ കളിപ്പാട്ടങ്ങൾ എറിയുകയാണ്. My sister throws the frisbee very well. 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 എൻ്റെ സഹോദരി ഫ്രിസ്ബി വളരെ നന്നായി എറിയാറുണ്ട്. ഓക്കെ, അത് ആ സിസ്റ്ററുടെ കഴിവാണ്, ആ സഹോദരിയുടെ കഴിവാണ്. എൻ്റെ സഹോദരി ഫ്രിസ്ബി വളരെ നന്നായി എറിയാറുണ്ട്. എങ്ങനെ എഴുതാം? ഓക്കെ, ഇവിടെ V5 ഫോമാണ്. ഓക്കെ, മൈ സിസ്റ്റർ ത്രോസ് ദ ഫ്രിസ്ബി വെരി വെൽ. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ ഒരു 3 times ടീച്ചറോടൊപ്പം തന്നെ നിങ്ങൾ വായിക്കുക, ടീച്ചറും വായിക്കാം. ഓക്കെ, I throw the ball to my dog every morning. I throw the ball to my dog every morning. I throw my ball to my dog every morning. I throw the ball to my dog every morning. He threw the ball to his friend. He threw the ball to his friend. He threw the ball to his friend. The ball has been thrown far. The ball has been thrown far. The ball has been thrown far.
The child is throwing toys across the room. The child is throwing toys across the room. The child is throwing toys across the room. My sister throws the frisbee very well. My sister throws the frisbee very well. My sister throws the frisbee very well. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? ത്രോ എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഒക്കെ ഇവിടെ കോമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാലോ? ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത വാക്കിലേക്ക് കടക്കാം. നേരത്തെ നമ്മൾ ത്രോ ചെയ്തു അല്ലേ? ത്രോ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും അതൊന്ന് പിടിക്കണ്ടേ അല്ലേ? ക്യാച്ച്, ക്യാച്ച്, CATCH, ക്യാച്ച്. നേരത്തെ നമ്മൾ ത്രോ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ചിത്രം ഇവിടെയുണ്ട് അല്ലേ? ആ വലതുവശത്തുള്ള ചിത്രം. ഒരു കുട്ടി എറിയുന്നു, മറ്റേ കുട്ടി പിടിക്കുന്നു. ഒരാൾ ത്രോ ചെയ്യുന്നു, മറ്റേ ആൾ ക്യാച്ച് ചെയ്യുന്നു. ഓക്കെ, ത്രോ ആൻഡ് ക്യാച്ച് അല്ലെങ്കിൽ ക്യാച്ച് ആൻഡ് ത്രോ. ഓക്കെ, ആ ഒരു ഗെയിമാണ് അവർ കളിക്കുന്നത് അല്ലേ? ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്താണുള്ളത്? ഒരു ആൾ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പന്ത് ക്യാച്ച് ചെയ്യുകയാണ് അല്ലേ? ഇവിടെ നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ലെഫ്റ്റിൽ കാണിക്കുന്നത് എന്ത് ഗെയിം ആയിരിക്കാം? ആ ലെഫ്റ്റിൽ കാണിക്കുന്നത് എന്ത് ഗെയിം ആയിരിക്കാം? ഒന്ന് കോമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ക്യാച്ച്, CATCH, ക്യാച്ച്, CATCH, ക്യാച്ച്, പിടിക്കുക. നമുക്ക് എറിഞ്ഞു കിട്ടുന്ന സാധനം അല്ലെങ്കിൽ ഒരു സംഗതി പറന്ന് വരുന്ന സമയത്ത് നമ്മൾ പിടിക്കുകയാണ്. അല്ലാതെ പിടിക്കുന്ന സംഭവം വേറെയുണ്ട് അല്ലേ? ഹോൾഡ്, പിടിക്കുക എന്ന് പറഞ്ഞു. പറന്നു വരുന്ന സാധനം നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് അല്ല, അത് ക്യാച്ചാണ്. ഓക്കെ, ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോ ചെയ്യപ്പെട്ട സാധനം അല്ലെങ്കിൽ പറന്നു വരുന്ന സാധനം നമ്മൾ പിടിക്കുക. അങ്ങനെയുള്ള പിടുത്തമാണ് ക്യാച്ച് എന്ന് പറയുന്ന പിടുത്തം. അല്ലാതെ വേറെയോ അർത്ഥങ്ങളുണ്ട്. നമുക്ക് അർത്ഥം മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ക്യാച്ച് ചെയ്യുക എന്ന് പറയും. ക്യാച്ച് ചെയ്തോ എന്ന് ചോദിക്കും നമ്മൾ. അർത്ഥം മനസ്സിലായോ? എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന അർത്ഥത്തിലും ക്യാച്ച് എന്ന് ഉപയോഗിക്കാറുണ്ട്. അതായത് പിടുത്തം കിട്ടുക. ഓക്കെ, എനിക്ക് പിടുത്തം കിട്ടിയില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ? അതുപോലെ തന്നെ. ഓക്കെ, ക്യാച്ച്, പിടിക്കുക. ക്യാച്ച്, പിടിക്കുക അല്ലെങ്കിൽ പിടുത്തം കിട്ടുക. ഓക്കെ, ക്യാച്ച്, പിടിക്കുക അല്ലെങ്കിൽ പിടുത്തം കിട്ടുക. ക്യാച്ച്, CATCH, ക്യാച്ച്, ക്യാച്ച്. ഇനി എന്താണ് നമ്മൾ പറയേണ്ടത്? പിടിച്ചു, പിടുത്തം കിട്ടി. കോട്ട്, കോട്ട്, CAUGHT, CAUGHT, കോട്ട്, കോട്ട്. ഓക്കെ, CATCH, ക്യാച്ച്, അതിൻ്റെ പാസ്റ്റ് ഫോം അല്ലെങ്കിൽ V2 ഫോം കോട്ട്, CAUGHT. അതുപോലെ തന്നെ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും എന്ത് തന്നെയാണ്? കോട്ട്. ഓക്കെ, കോട്ട്. ക്യാച്ച്, കോട്ട്, കോട്ട്. ക്യാച്ച്, കോട്ട്, കോട്ട്. ഓക്കെ, നമ്മൾ എന്താണ് സ്പെല്ലിംഗ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ടീച്ച്, ടോട്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? അതേ സ്പെല്ലിംഗ് ആണ് ഇവിടെ. CAUGHT, CAUGHT, കോട്ട്. Catch, coat, coat. V1 form, base form, catch. V2 form, past form, coat. V3 form, past participle form, coat. V1 form, base form, catch. V2 form, past form, coat. V3 form, past participle form, coat. Catch, coat, coat. Okay? ഇനി എന്താണ്? പിടിക്കുന്നു. ഓക്കെ, ക്യാച്ചിങ്. അത് ജസ്റ്റ് എന്ത് ചെയ്യാം? നമ്മുടെ V1 ഫോം ബേസ് ഫോമിലേക്ക് ING ജസ്റ്റ് ഒന്ന് ചേർത്തെഴുതുക. CATCHING, ക്യാച്ചിങ്. CATCHING, ക്യാച്ചിങ്. ഓക്കെ, ക്യാച്ചിങ്. ക്യാച്ച്, കോട്ട്, ക്യാച്ചിങ്. ക്യാച്ച്, കോട്ട്,
catching. V1 form base form catch, V2 form past form caught, V3 form past participle form caught, V4 form present participle form catching, V5 form third person singular present form catches. Catches എന്നുള്ളത് നമ്മൾ washes, watches എന്നൊക്കെ പറയുന്നില്ലേ, ഡാൻസസ്, അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഓക്കെ, catches, CATCH എന്നിട്ട് ഒരു ES, catches, catches, catches. ശരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ വാച്ച് എന്നുള്ളതിൻ്റെ V5 ഫോം മാത്രം. V2 V3 ഒന്നും കമ്പയർ ചെയ്യരുത്, കാരണം വാച്ചിൻ്റെ V2 V3 എന്താണ്, വാച്ച്ഡ്, വാച്ച്ഡ്. ഓക്കെ, ഇവിടെ കാച്ചിൻ്റെ V2 V3 എന്താണ്, കോട്ട്, കോട്ട്. ഓക്കെ, catch, caught, caught, catching, catches. Catch, caught, caught, catching, catches. Okay, catch, caught, catching. Catch, caught, catching. Catch, പിടിക്കുക. Caught, പിടിച്ചു. Catching, പിടിക്കുന്നു. Catch, പിടിക്കുക. Caught, പിടിച്ചു. Catching, പിടിക്കുന്നു. Okay, V1 form base form catch, V2 form past form caught, V3 form past participle form caught, V4 form present participle form catching, V5 form third person singular present form catches, catches. Catch, caught, caught, catching, catches. Catch, caught, caught, catching, catches. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യാം? ഈ ക്യാച്ചിനെ കൊണ്ടുപോയി നമുക്ക് സെൻറ്റൻസസിലോട്ടിടാം. I always catch the bus at 7 a.m. I always catch the bus at 7 a.m. I always catch the bus at 7 a.m. AM എന്താണ്, PM എന്താണെന്ന് ടീച്ചർ വ്യക്തമായി ആദ്യ ടൈമിലുണ്ടായ ലൈവ് ക്ലാസ്സസിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, I always catch the bus at 7 a.m. ഞാൻ എപ്പോഴും രാവിലെ 7 മണിക്ക് ബസ് പിടിക്കും. ഓക്കെ, ഞാൻ എപ്പോഴും രാവിലെ 7 മണിക്ക് ബസ് പിടിക്കും. ടീച്ചർ നേരത്തെ പറഞ്ഞ അർത്ഥങ്ങളിൽ പെടാത്ത ഒരു പിടിക്കലാണിത് അല്ലേ? ക്യാച്ച് ദ ബസ്, ബസ് പിടിക്കുക. ബസ് പിടിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ആരും എറിഞ്ഞിട്ടില്ല, പറന്നിട്ടുമില്ല. പക്ഷേ ബസ് മൂവ്മെൻറ്റിലുള്ള ഒരു വസ്തുവാണ്, അതാണ് പിടിച്ചത്. നിർത്തിയിട്ട ബസ്സല്ല, നിർത്തിയപ്പോഴാണ് പിടിക്കുന്നത്. പക്ഷേ അത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് നിർത്തി കയറി, അതിനെയാണ് ക്യാച്ച് ദ ബസ്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ അത് ലിങ്ക് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ടീച്ചർ ഈ ഒരു ഉദാഹരണം തന്നെ ഇവിടെ സെൻറ്റൻസിലിട്ടത്. ഓക്കെ, I always catch the bus at 7 a.m. ഞാൻ എപ്പോഴും രാവിലെ 7 മണിക്ക് ബസ് പിടിക്കും. I always catch the bus at 7 a.m. I always catch the bus at 7 a.m. അടുത്തത്, she caught the flu last week. She caught the flu last week. She caught the flu last week. കഴിഞ്ഞ ആഴ്ച അവൾക്ക് പനി പിടിച്ചു. കോട്ട് ദ ഫ്ലൂ എന്ന് പറഞ്ഞാൽ അവൾ പിടിച്ചു എന്നാണ്. നമ്മളിപ്പം കറക്റ്റ് അർത്ഥം പറഞ്ഞ് നമ്മൾ മലയാളീകരിക്കുകയാണ്, മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ അതിനെ അവൾ പിടിച്ചു. ദ ഫ്ലൂ എന്ത്? പനി. അവൾ പനിയാണോ പിടിക്കുക, അതോ പനി തിരിച്ചാണോ പിടിക്കുക? മലയാളത്തിൽ നമുക്ക് പനി നമ്മളെയാണ് പിടിക്കുക അല്ലേ? അതാണ് അർത്ഥം മാറുന്ന സമയത്ത്, അർത്ഥം മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് അവൾക്ക് പനി പിടിച്ചു എന്നായത്. ഓക്കെ, ഷീ കോട്ട് ദ ഫ്ലൂ ലാസ്റ്റ് വീക്ക്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഷീ കോട്ട് ദ ഫ്ലൂ ലാസ്റ്റ് വീക്ക്. ഷീ കോട്ട് ദ ഫ്ലൂ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച
അവൾക്ക് പനി പിടിച്ചു. ഓക്കെ. The fish had been caught by a professional angler. The fish had been caught by a professional angler. The fish had been caught by a professional angler. Okay? ഒരു പ്രൊഫഷണൽ ആംഗ്ലറാൽ മീൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ മീൻ പിടുത്തക്കാരനാൽ മീൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ വാക്ക് വെച്ചിട്ടുള്ള മലയാള വിവർത്തനം ആ സെൻറ്റൻസിന് ചെയ്താൽ കിട്ടുക. ഒരു പ്രൊഫഷണൽ മീൻ പിടുത്തക്കാരനാൽ മീൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ദ ഫിഷ് ഹാഡ് ബീൻ caught by a professional angler. ആംഗ്ലർ എന്നൊന്നും പറയില്ല, ആംഗ്ലർ. ഓക്കെ. ആംഗ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻപിടുത്തക്കാരൻ. The fish had been caught by a professional angler. അതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ മീൻപിടുത്തക്കാരനാണ് ആ മീൻ പിടിച്ചത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്നത്. അതായത് ഇവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്? ആ മീൻ പിടിച്ച ആൾക്കാണ്. പ്രൊഫഷണൽ ആംഗ്ലർ. ഓക്കെ. അവിടെ മീൻ പിടിച്ച ആൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സെൻറ്റൻസ് എഴുതിയത്. ഓക്കെ. The fish had been caught by a professional angler. The fish had been caught by a professional angler. Okay. He is catching butterflies in the meadow. He is catching butterflies in the meadow. He is catching butterflies in the meadow. അവൻ മൈതാനത്ത് ചിത്രശലഭങ്ങളെ പിടിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. is catching. He is catching butterflies in the meadow. അവൻ മൈതാനത്ത് ചിത്രശലഭങ്ങളെ പിടിക്കുകയാണ്. He is catching butterflies in the meadow. He is catching butterflies in the meadow. Okay. അടുത്തത് she catches the ball easily. She catches the ball easily. She catches the ball easily. അവൾ എളുപ്പത്തിൽ പന്ത് പിടിക്കാറുണ്ട്. പിടിക്കുന്നവളാണ്, പിടിക്കുന്നു. അതായത് അത് അവളുടെ കഴിവാണ്. her capability. Okay. She catches the ball easily. She catches the ball easily. Okay. അപ്പോൾ ഇനി അടുത്ത എന്താണ്? ടീച്ചർ വായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ 3 തവണ സെൻറ്റൻസസ് വായിക്കുക. ഓക്കെ. I always catch the bus at 7 a.m. I always catch the bus at 7 a.m. I always catch the bus at 7 a.m. She caught the flu last week. She caught the flu last week. She caught the flu last week. The fish had been caught by a professional angler. The fish had been caught by a professional angler. The fish had been caught by a professional angler. The fish had been caught by a professional angler. He is catching butterflies in the meadow. He is catching butterflies in the meadow. He is catching butterflies in the meadow. She catches the ball easily. She catches the ball easily. She catches the ball easily. മക്കളെ എന്ത് ചെയ്യാം? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന സെൻറ്റൻസസിലെ ആഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും എന്ത് ചെയ്യാം? എടുത്തെഴുതുക.
ആഡ്വേർബ്സ് എന്ന് എഴുതുക, എന്നിട്ട് ഏതൊക്കെയാണ് എന്നിട്ട് ഒരു ഡാഷ് ഇട്ടിട്ട് ഏതൊക്കെയാണ് ആഡ്വേർബ്സ് എന്ന്. ആഡ്ജക്റ്റീവ്സ് എന്ന് എഴുതുക, എന്നിട്ട് അതിന് ഡാഷ് ഇട്ടിട്ട് ഏതൊക്കെയാണ് ആഡ്ജക്റ്റീവ്സ് എന്ന് എഴുതുക. ഇത് കോമൻറ്റ് ചെയ്തതിന് ശേഷം എന്തും കൂടെ ചെയ്യണം, ക്യാച്ച് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒന്ന് കോമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് പഠിച്ച വാക്കുകളൊന്ന് നോക്കാം. ഇന്ന് പഠിച്ച 2 വാക്കുകളാണ് ത്രോ, ക്യാച്ച്. എറിയുക, പിടിക്കുക. ത്രോ, ക്യാച്ച്. ത്രോ, V1 form base form throw, V2 form past form threw, V3 form past participle form thrown, V4 form present participle form throwing, V5 form third person singular present form throws. Throw, threw, thrown, throwing, throws. Throw, threw, thrown, throwing, throws. Okay? ക്യാച്ച്, പിടിക്കുക. ക്യാച്ച്, പിടുത്തം കിട്ടുക എന്നും അർത്ഥം വരും. ക്യാച്ച്, പിടിക്കുക. V1 form base form catch, V2 form past form caught, V3 form past participle form caught, V4 form present participle form catching, V5 form third person singular present form catches. Catch, caught, caught, catching, catches. Catch, caught, caught, catching, catches. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ത്രോ, ക്യാച്ച്, ഈ 2 വാക്കിൻ്റെയും V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ ഇവിടെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ, മക്കളെ ടീച്ചർ എന്ത് ചെയ്യാണ്, അവസാനത്തിൽ നിന്നും മുകളിലേക്ക് വായിക്കാം കേട്ടോ. കാരണം ടീച്ചറുടെ ശബ്ദത്തിന് കുറച്ച് വലിവ് കുറവാണ്. അപ്പോൾ അവസാനത്തിൽ നിന്നും മുകളിലേക്ക് വായിക്കാം. ഓക്കെ, അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇന്നത്തെ ഞാൻ കുറച്ച് പകുതി എത്തുമ്പോൾ ടീച്ചർക്ക് ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിർത്തും. പക്ഷെ നിങ്ങൾ മുഴുവനായും വായിക്കണം. ഓക്കെ, റെഡി, 1, 2, 3, സ്റ്റാർട്ട്. Catch, caught, caught, catching, catches. Throw, threw, thrown, throwing, throws. Receive, received, received, receiving, receives. Send, sent, sent, sending, sends. Close, closed, closed, closing, closes. Open, opened, opened, opening, opens. Laugh, laughed, laughed, laughing, laughs. Call, called, called, calling, calls. Reach, reached, reached, reaching, reaches. Think, thought, thought, thinking, things. Build, built, built, building, builds. Hold, held, held, holding, holds. Look, looked, looked, looking, looks. Say, said, said, saying, says. Tell, told, told, telling, tells. Talk, talked, talked, talking, talks. Speak, spoke, spoken, speaking, speaks. Mop, mopped, mopped, mopping, mops. Sweep, swept, swept, sweeping, sweeps. Dust, dusted, dusted, dusting, dusts. Tidy, tidied, tidied, tidying, tidies. Clean, cleaned, cleaned, cleaning, cleans. Dry, dried, dried, drying, dries. Cry, cried, cried, crying, cries. Fry, fried, fried,
frying, fries. Try, tried, tried, trying, tries. Pull, pulled, pulled, pulling, pulls. Push, pushed, pushed, pushing, pushes. ഇത്ര വരെ ടീച്ചർ വായിച്ചു. ബാക്കി നിങ്ങൾ വായിക്കുക. നിങ്ങൾ വായിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് പോസ് അടിച്ച് നിങ്ങൾ മുകളിൽ എത്തുന്നത് വരെ വായിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇട്ട് ഇറങ്ങാം. ഓക്കെ മക്കളെ, ഹാപ്പി ലേണിംഗ്.